ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? നമ്മുടെ നാട്ടിലെ ഓണക്കളികളും ഓണക്കോടിയും അതുപോലെ ഒപ്പത്തിനൊപ്പം ഓണത്തല്ലും കൂടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഇപ്രാവശ്യത്തെ എന്തായാലും ഓണം. അടുത്ത വർഷത്തെ ഓണം ഇതുപോലെ തന്നെ അടിപൊളിയാവട്ടെ അല്ലേ? പോകുന്നതിൻ്റെ 2 ദിവസം മുന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്താ പറയുക, ഓണത്തിൻ്റെ തലേ ദിവസം വന്നു, ഓണം കഴിഞ്ഞില്ല പിറ്റേ ദിവസം പോവുകയും ചെയ്തു. നമ്മുടെ ഫൈസിക്കാൻ്റെ മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ ഓണം പ്രമാണിച്ചിട്ട് ബ്ലൂടൂത്ത് ഓഫറായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വന്നതാണ്. ഇവർക്ക് ആദ്യം കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഈ ചേച്ചീനെ. പിന്നീട് ഇവർ പറഞ്ഞത് ആ യൂട്യൂബിലത്തെ ചേച്ചിയിൽ. സത്യം പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഇങ്ങനെ ആ ഒരു പേരിലാണെങ്കിലും നമ്മളേനെ ഇവർ തിരിച്ചറിയുന്നുണ്ടല്ലോ. ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടത്തോടെയാണ് എഡിറ്റ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്രയും എന്താ പറയുക, നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവർ തന്നെ നെഗറ്റീവ് പറയുന്നത് നമുക്ക് എത്ര വിഷമം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഓരോ വാക്ക് പറയുമ്പോഴും നമ്മളെ അത് മുറിവേൽപ്പിക്കുന്ന ആരും മനസ്സിലാക്കണില്ല. എന്താ പറയുക, ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത് എന്താ കാട്ടിക്കൂട്ടുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമാണ്. പക്ഷെ ഞാനതെന്ന് വെച്ച് ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യണേ. അല്ലാതെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നോ പൈസ കിട്ടുന്നോ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടല്ല. പക്ഷെ നമുക്ക് പൈസ കിട്ടുമായിരിക്കും. നമ്മൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമായിരിക്കും. എനിക്കും ആഗ്രഹമുണ്ട്, കിട്ടണമെന്ന് നല്ലപോലെ ആഗ്രഹമുണ്ട്. എന്തായാലും കിട്ടട്ടെ. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. നമുക്കിപ്പോൾ എത്ര വിഷമം ഉണ്ടെങ്കിലും ദുഃഖം സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അങ്ങനെ കുറച്ച് പേര് നമ്മളെ നെഗറ്റീവ് പറയുമെങ്കിലും അതിലുപരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാം. അപ്പം അതിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞ് എവിടെ എത്തിയെന്ന് അറിയില്ല. അങ്ങനെ ഏതൊരു ഫീൽഡിലായാലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ കുത്തി നോവിപ്പിക്കുന്ന ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ പറഞ്ഞ് ഞാൻ എവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി ബ്ലൂടൂത്തൊക്കെ ഞാൻ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഫോണിൻ്റെ അതേ കളർ, ഒരു പിങ്ക് കളർ ബ്ലൂടൂത്ത് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലെന്തോ ഒരു മിസ്റ്റേക്ക് കാരണം പിന്നെ ഒരു കിളിപ്പച്ച കളറാണ് കേട്ടോ. എന്താ പറയുക, ശരിക്കും എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള നല്ല കളർ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. ഫോണായാലും ആ ഒരു ബ്ലൂടൂത്ത് ആയാലും നല്ലൊരു കളർ തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് ഏട്ടനെ കൊണ്ടുപോകാനുള്ള മഷ്റൂം പിക്കിളും അതുപോലെ അരിനെല്ലിക്ക കൊണ്ട് പിക്കിളും ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൊള്ളാച്ചി പോയ ഏട്ടൻ വിളിച്ച ഉടനെ പറഞ്ഞിരുന്നത് കൂന് വലിയ ടേസ്റ്റ് ഇല്ല, അച്ചാറൊന്നും വലിയ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ തീർന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ കൂന് കൊണ്ട് ഉണ്ടാക്കുന്ന അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഫുള്ള് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് പിക്കിള്. സത്യം പറഞ്ഞാൽ കൂന് കറിയൊക്കെ വെക്കുന്നേക്കാൾ എത്രയും നല്ലത്. നമ്മൾ 6 മാസത്തോളമൊക്കെ കേട് കൂടാണ്ട് ഈ പിക്കിൾ ഉണ്ടാക്കിയാൽ നിൽക്കും കേട്ടോ. ഓണമൊക്കെ കഴിഞ്ഞ ഏട്ടൻ രാവിലെ നേരെ തന്നെ പൊള്ളാച്ചിയിലേക്ക് പോയിട്ടോ. അപ്പോൾ ഞാനിതാ പിറ്റേ ദിവസം രാവിലത്തെ ഒരു വീഡിയോ ആണ്. ഞാനിതാ 8 ഇടാൻ വന്ന് പഠിക്കുകയാണേ. ചെറുതുരുത്തിയിലുള്ള മാസിലാണ് കേട്ടോ ഞാൻ വന്ന് പഠിക്കുന്നത്. എന്താ പറയുക, ലേണിംഗ് ഒക്കെ കഴിഞ്ഞ മാസം 19-ാം തീയതി ആയിരുന്നു ലേണിംഗ്. പിന്നീട് എനിക്ക് എന്താ പറയുക 8 ഇടാൻ വരാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഹോസ്പിറ്റൽ കേസും പിന്നെ ചേലക്കരയിലേക്കൊക്കെ പോകേണ്ട അങ്ങനെ ഇത് കാരണം 8 ഇടാനൊന്നും വന്ന് പഠിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും വല്ലാണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഓണം കഴിഞ്ഞ് എന്തായാലും ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വന്നിട്ട് എത്രയും പെട്ടെന്ന് 8 എടുത്ത് ലൈസൻസ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. 8 ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞാനിവിടെ ചെറിയ രീതിയിൽ വണ്ടിയിൽ ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ കൈ വയ്ക്കുമെങ്കിൽ ഇപ്പോൾ പിന്നെ തീരെ ഓടിക്കാറില്ല. ഏട്ടനുണ്ടാകുമ്പോഴല്ലേ നമ്മൾ വണ്ടിയൊന്നും എടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ സത്യം പറഞ്ഞൊരു ബബ്ബയായിരുന്നു. ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, ബാലൻസ് തന്നെ തീരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഒന്ന് ഓടിച്ചിട്ട് പോയി എന്ന് തന്നെ ഉള്ളൂ. പിന്നെ അവരിങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴും കൺഫ്യൂഷനാണ്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്ററാണ്. ആക്സിലേറ്റർ ഇല്ലെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് ഓടിക്കുന്നു പറയാലോ. എന്താ പറയുക, പതുക്കെ അങ്ങനെ ഇട്ടിടുമ്പോൾ പതുക്കെ വിട്ടാൽ മതിയില്ല. പക്ഷേ ഞാൻ വല്ല ആൾ പറയും ഇച്ചിരി സ്പീഡിൽ വീടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ്. ഭയങ്കര സ്പീഡാണ്. സ്പീഡ് കുറച്ച് പോയാൽ സുഖമായിട്ട് പോകാനൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നേരത്തെ ഒരു 6:45 കഴിയുമ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉറക്കത്തിൻ്റെ നീച്ച പോയതുകൊണ്ടോ തോന്നുന്നു ആകെ ഒരു മന്ദപ്പായിരുന്നു കേട്ടോ. അതിൽ കയറിയപ്പോൾ തന്നെ ആകെ കയ്യും ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. ആകെ ഭയങ്കര ടെൻഷനായിട്ടായിരുന്നു ഞാൻ TVS ഓടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണല്ലോ ഒന്ന് സത്യം പറഞ്ഞാൽ നേരെ വണ്ടി എടുക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് വീഴാൻ പോവലും അതുപോലെ എന്താ പറയുക, അങ്ങനെ കുറേ വളയ്ക്കലും തിരിക്കലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോവലൊക്കെ തന്നെയായിരുന്നു അവിടെ ഫുള്ളുണ്ടായിരുന്നത്. അങ്ങനെ 1/2 മണിക്കൂർ അങ്ങനെ തീർത്തു എന്ന് തന്നെ പറയാം.
എല്ലാത്തിലുപരി ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല കേട്ടോ. എന്താ പറയുക, നല്ല ലെങ്ത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓടിക്കാനും അതുപോലെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും എട്ടിടാൻ ശരിയാവാത്തത് എൻ്റെ മിസ്റ്റേക്ക് അല്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാറൊക്കെ എച്ചിടാൻ വേണ്ടിയിട്ടും അതുപോലെ 2 വീലർ ഓടിക്കാനൊക്കെ. ഈ ഓണത്തിൻ്റെ വെക്കേഷൻ ആയ കാരണമാണ് കേട്ടോ നമുക്കിപ്പോൾ ഈ രാവിലെ നേരത്തെ വരാൻ പറ്റണത്. അല്ലെങ്കിൽ ഇപ്പോൾ സനുക്കുട്ടീനെ സ്കൂളിലേക്ക് വിടുന്ന തിരക്കും അങ്ങനെയൊക്കെ ആവുക ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് മാത്രമല്ല, ചേലക്കരയിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വരാൻ പറ്റില്ല. ആ പൊരിഞ്ഞ വെയിലത്തും കൂടി ഞാൻ ഓടിച്ച എന്താവും അവസ്ഥ. എനിക്ക് ഇതിങ്ങനെ ഓടിക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വന്നിട്ടോ. എനിക്കാണെന്ന് വെച്ചാൽ കിട്ടണമില്ല, ശരിയാവണമില്ല, സ്പീഡിൽ പോവുകയാണ്. ഞാനത് പിടിച്ചില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി സ്പീഡിൽ പോണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവരാണെന്ന് പറയുന്നുണ്ട് പതുക്കെ പതുക്കെ കൊടുക്ക്. എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവിടെ വെച്ചിട്ട് ആകെ സങ്കടമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാലൻസ് ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അവരും അങ്ങനെ പതുക്കെ ഓടിക്കുന്നൊക്കെ പറയുമ്പോൾ എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് പറ്റില്ല കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ അവർ എന്തിനാ പേടിക്കണത്, ഇപ്പോൾ അടുത്ത ഒരു ദിവസം കൊണ്ട് തന്നെ ശരിയാവുന്നില്ല, നിങ്ങൾ റോട്ടിൽ ഓടിക്കണ പോലെ ആക്സിലേറ്റർ അങ്ങനെ കൊടുത്ത് വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ബോയ്സൊക്കെ ഒട്ടുമിക്ക പേരും ഇതിൽ ഫെയിൽഡ് ആവണത്. പേടിക്കൊന്നും വേണ്ട, ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ ശരിയാവും, അതിനല്ലേ ഞങ്ങളിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യത്തെ ആ ഒരു ദിവസം ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, കുറേ നാളുകളായില്ല ഇപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ചിട്ട്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ബാലൻസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ആകെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. കൈയൊക്കെ വറക്കലും ആകെ ടെൻഷനൊക്കെ ആയ കാരണമായിരിക്കും ചിലപ്പോൾ കിട്ടാതിരുന്നത്. എങ്ങനെ ആയാലും 1/2 മണിക്കൂർ അങ്ങനെ തള്ളി നീക്കി ഞാൻ. എന്തായാലും 8 എടുത്ത് വേഗം ലൈസൻസൊക്കെ എടുക്കണം എന്നാണ് കേട്ടോ ആഗ്രഹം. എന്നിട്ട് വേണം പുറത്തേക്കൊക്കെ സ്കൂട്ടിയിലൊക്കെ ചെത്തി പറപ്പിച്ച് പോകാൻ. അതുപോലെ ഏട്ടനൊക്കെ ബാക്കിലിരുത്തിട്ട് പോകാനും. എന്താ പറയുക, നമ്മൾ സ്കൂട്ടിയിൽ പെൺപിള്ളേർ പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കൊതി എന്ന് തന്നെ പറയുക. അവരിങ്ങനെ സ്കൂട്ടിയിലൊക്കെ പോകുന്നത് കാണാൻ ഞാൻ എപ്പോഴും അങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ സ്കൂട്ടിയിൽ ഇങ്ങനെ പോകുക എന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നെഗറ്റീവ് ചിന്താഗതിയുള്ളവർ അവിടെ തന്നെ നിന്നോട്ടെ, നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിനോടൊന്നും നമ്മൾ പറയാതെ ഒരു ചെവി കൂടെ കിട്ടും മറ്റൊരു ചെവി കൂടെ വിട്ടാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്നവരാണ് നമ്മുടെ വിജയത്തിന് കാരണം. അതായത് അവരോടുള്ള വാശിയും, അവരപ്പോൾ അങ്ങനെ പറഞ്ഞു നമുക്കിതിൽ വിജയിക്കണം എന്നുള്ള വാശി ആ ഒരു നെഗറ്റീവ് പറയുന്നവരോട് കൂടുകയാണ്. അപ്പോൾ അതാണ് സത്യം പറഞ്ഞാൽ അവരാണ് നമ്മുടെ വിജയത്തിനുള്ള കാരണം. ആരെന്തോ പറഞ്ഞിട്ട് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യൂട്ടോ. എൻ്റെ ഒരു ഇഷ്ടം മാത്രമാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചു സന്തോഷങ്ങളും കുട്ടികളുടെ കുറച്ച് കളികളും ചിരികളൊക്കെ കൂട്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു വ്ളോഗിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ നല്ല വീഡിയോ ആയിട്ട് വരും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കല്ലേ.